ഓണം സ്പെഷ്യലായിട്ട് തിരുവനന്തപുരം സ്പെഷ്യൽ ബോളി തയ്യാറാക്കിയെടുത്താലോ. ഞാൻ കഴിഞ്ഞ വർഷമാണ് ഫസ്റ്റ് ടൈം ഇത് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവം അല്ല എന്നാട്ടോ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഉണ്ടാക്കി നോക്കിയപ്പോൾ സിമ്പിളാണ്. അപ്പോൾ അതിന് ആദ്യം നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കപ്പിലേക്ക് 3 കപ്പ് വെള്ളം ചേർത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 വിസിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. 5 വിസിലിന് ശേഷം പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. പിന്നെ നമുക്കിതിലേക്കൊരു മാവ് റെഡിയാക്കി എടുക്കണം. 1 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നെയ്യ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് കടലപ്പരിപ്പിലേക്ക് 1 കപ്പ് മൈദ തന്നെ മതി കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് സാധാരണ വെള്ളം, നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിത് നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിലാറെ കുറച്ചുകൂടെ ലൂസിലാട്ടോ അത് വേണ്ടത്. പിന്നെ അതിലേക്ക് നല്ലെണ്ണയാട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഇങ്ങനെ ഒട്ടുന്ന ഒരു പരുവുണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ മാവ് വേണ്ടത്. ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി നല്ലെണ്ണ മുകളിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 1 മണിക്കൂറിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു സമയം നമുക്ക് ഈ ഒരു കടലപ്പരിപ്പൊക്കെ ഒന്ന് ഊറ്റി ആ ഒരു ചൂട് വെള്ളത്തിൽ നിന്ന് മാറ്റി അത് സെപ്പറേറ്റ് വെള്ളമൊക്കെ വാർത്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് തണുത്ത ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. അതിന് മുന്നേ ആയിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര 1/4 കപ്പ് പഞ്ചസാരയും ഒരു 6 ഏലക്കായുടെ സീഡ്സും കൂടെ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. സെയിം ജാറിൽ തന്നെ നമ്മുടെ ആ കടലപ്പരിപ്പും ചൂടാറിന് ശേഷം അതും ഒന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിൽ നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഈ ഒരു കടലപ്പരിപ്പ് അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിൻ്റെയൊക്കെ ഒരു പച്ച ഇതുണ്ടല്ലോ, അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചൂടാക്കിയത്. എല്ലാ ഭാഗത്തേക്കും നെയ്യൊക്കെ എത്തി ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഏലക്ക മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ആ പഞ്ചസാര അതുമായിട്ട് കമ്പൈൻ ആകുമ്പോൾ അതങ്ങനെ അലിഞ്ഞു വരും കേട്ടോ. ഇതിലേക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ പാലട പായസം തന്നെയാണ്. ഞാൻ പാലട പായസം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി. ഈ ഒരു ചട്ടിയിൽ നിന്ന് ഈ ഒരു രീതിയിൽ നിന്ന് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരുന്ന ഒരു പരുവാവുന്നവരെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചട്ടിയിൽ നിന്നൊക്കെ വിട്ടു പോന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. തണുത്ത ശേഷം നമുക്കിത് നല്ല ക്രാക്കുകളൊന്നും വീഴാതെ നല്ലൊരു ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ഞാൻ അത്യാവശ്യം വലിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 14 ബോൾസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 14-15 എണ്ണമൊക്കെ ഈ ഒരു അളവ് വെച്ചിട്ട് കിട്ടും. അപ്പോൾ അതാ നമ്മുടെ ഈ മാവൊക്കെ ഇതുപോലെ അങ്ങ് സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ചെറിയൊരു പീസ് എടുക്കാം. എന്നിട്ട് കയ്യിൽ തന്നെ പരത്തിയെടുക്കുക കേട്ടോ. നല്ല നെയ്സായിട്ട് പരത്തിയെടുക്കണം. ഇതിൻ്റെ ഉദ്ദേശം അതിന് ചെറിയൊരു നെയ്സ് കോട്ടിങ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ആ ഒരു ബോളിന് അല്ലാതെ ഫുള്ളായിട്ട് മൈദയിൽ കോട്ട് ചെയ്തെടുക്കരുത്. ചെറിയൊരു നൈസായിട്ടുള്ളൊരു കോട്ടിങ് മതി കേട്ടോ. അതൊന്ന് ശരിക്കും കറക്റ്റായിട്ട് പരന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ നൈസ്. അപ്പോൾ ബാക്കിയുള്ള ഇതുപോലെ റോൾ ചെയ്തിട്ട് ബാക്കിയുള്ള മൈദ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ വളരെ നൈസായിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് പത്തിരിപ്പൊടി എടുക്കുക. എന്നിട്ട് അതിലാണ് നമ്മളിത് റോൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നൈസായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. റോൾ ചെയ്തെടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ എക്സസ് ആയിട്ടുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു പാൻ വയ്ക്കുക. ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ ഇത്. അപ്പോൾ ചെറിയ ബബിൾസൊക്കെ വരുമ്പോൾ വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. നമ്മൾ ഈ രീതിയിൽ ചെയ്തെടുത്താൽ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരും. എന്നിട്ട് ലാസ്റ്റ് എടുക്കാൻ നേരം നമുക്കതിന് മുകളിൽ കുറച്ച് നെയ്യൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മാവ് നമുക്ക് ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ഒരു ബോൾസിനുള്ള മാവ് ബാക്കിയുണ്ട്. അപ്പോൾ അതാ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ല 2 ലെയറായിട്ടൊക്കെ വന്നിട്ടുള്ള അടിപൊളി ബോളിയാണ്. അതിലേക്ക് പാലട പായസം കൂടെ ഒഴിച്ച് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം മധുരക്കുതിയന്മാർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ ഈ ഒരു ഐറ്റം. ഇതുണ്ടാക്കാൻ അറിയില്ല, അതുപോലെ ഭയങ്കര റിസ്ക്കാണ് ഉണ്ടാക്കാമെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.